നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതൊരു മൂന്നക്കത്തിൽ കൂടുതലുള്ള സംഖ്യയുടെയും എന്ന് വെച്ചാൽ ഇതുണ്ടോ, അഞ്ചക്കമുണ്ട്, അങ്ങനെ മൂന്നക്കത്തിൽ കൂടുതലുള്ള സംഖ്യയുടെ ക്യൂബ് റൂട്ട് കാണാനുള്ള എളുപ്പ വഴിയാണ്. മിക്ക പരീക്ഷകൾക്ക് നമുക്കറിയാം, കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ സമയം കിട്ടില്ല ഇതിൻ്റെയൊക്കെ ക്യൂബ് റൂട്ട് കണ്ടു അല്ലേ. അപ്പോൾ അതിനുള്ള എളുപ്പ വഴി ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യൂബ് റൂട്ട് കാണാൻ എളുപ്പത്തിൽ സാധിക്കുമെന്നതിന് 100% ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ടോ, 10648 ക്യൂബ് റൂട്ട് എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിനു മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പരിചയപ്പെടുത്തുക. കണ്ടോ, 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 1 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്ന് വെച്ചാൽ 8. ഇപ്പൊ ഇതുണ്ട്, 2 ആണെങ്കിൽ അവസാനം ഒറ്റയുടെ സ്ഥാനത്ത് 8 വരും എന്നാണ് അതിന്റെ അർത്ഥം. 3 ക്യൂബ് എന്ന് പറഞ്ഞാലോ 3 × 3 × 3 27. 3 ആണെങ്കിൽ 7 വരും. 3 ആണെങ്കിൽ 7 വരും. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 തന്നെയാണ്. 5 ക്യൂബ് ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 തന്നെയായിരിക്കും വരുന്നത്. 6 ക്യൂബ് ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 തന്നെയാണ് കേട്ടോ. 7 ക്യൂബ് ആണെങ്കിൽ 3 വരും കേട്ടോ. 7 ക്യൂബ് ആണെങ്കിൽ 3 വരും. 3 ക്യൂബ് ആണെങ്കിൽ 7 വരും കണ്ടോ. ഇത് ആദ്യം പറഞ്ഞില്ലേ, 3 ക്യൂബ് ആണ് 7, 7 ക്യൂബ് ആണെങ്കിൽ 3 വരും. 8 ക്യൂബ് ആണല്ലോ 2 വരും. 8 ക്യൂബ് ആണ് 2. 2 ക്യൂബ് ആണല്ലോ 8. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ നോക്കിയേ, 9 ക്യൂബ് ആണല്ലോ 9 തന്നെ. 0 ആണെങ്കിലോ 0, ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണെങ്കിൽ അവസാനം 0 തന്നെ ആയിരിക്കും. 1 ആണെങ്കിൽ 1, അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടിരിക്കുക. എന്ന് വെച്ചാൽ 1, 4, 5, 6, 9, 0 ഇതിലേതെങ്കിലുമാണ് ഒറ്റയുടെ സ്ഥാനത്ത് വന്നതെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എത്രയായിരിക്കും? ഈ 3 ഇതുണ്ടോ, 4ന്റെ ക്യൂബ് റൂട്ട് ഉത്തരത്തിനും ഇതാണ്. ഈ 64ന്റെ ക്യൂബ് റൂട്ട് 4 ആയിരിക്കും. 4 ഉണ്ടോ, 4 ക്യൂബ് എന്ന് വെച്ചാൽ 64 ആയിരിക്കും. അങ്ങനെ തിരിച്ച് 4 ക്യൂബ് 64 ആയിരിക്കും. 64ന്റെ ക്യൂബ് റൂട്ട് 4 ആയിരിക്കും. അങ്ങനെ ഇതുണ്ടോ, 4 ആണ്, ഇത് 4. 125 ക്യൂബ് റൂട്ട് 5 ആയിരിക്കും. 5/3 എത്രയായിരിക്കും? 125 ആയിരിക്കും. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയിരിക്കും. അപ്പോൾ 1, 4, 5, 6, 9, 0 എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ 2ന്റെ ഇത് കണ്ടോ, ഇവിടെ 2 വന്നാൽ ഏത് സംഖ്യയുടെ ക്യൂബ് റൂട്ട് ആയിരിക്കും? 8ന്റെ ആയിരിക്കും. 8 × 8 × 8 ക്യൂബ് ആയിരിക്കും അല്ലേ. 512. 512 ക്യൂബ് റൂട്ട് 8 ആയിരിക്കും. 2ന്റെ 8ഉം 8ന്റെ 2ഉം കണ്ടോ. 2, 8, 8, 2 അതാണ്. 3, 7, 7, 3 കണ്ടോ. 3ന്റെ 7 കണ്ടോ, 7 വന്നാൽ 3. ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് ട്രിക്കെന്ന് മനസ്സിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കണക്ക്. നോക്കിക്കോ, ഇതുണ്ടോ, റൂട്ട് ഓഫ് 10648 ക്യൂബ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ്? 8. ഇതുണ്ടോ, 8 വന്നാൽ ഏതാണ്? 2 അല്ലേ. 8 ക്യൂബ് എന്ന് വെച്ചാൽ ഉത്തരം 512. ആ 2 ഇവിടെ നമ്മളങ്ങ് എഴുതുന്നു. മനസ്സിലായല്ലോ. 8 ക്യൂബ്, 8 ഒറ്റയുടെ സ്ഥാനത്താകുമ്പോൾ 8ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 8ന്റെ ക്യൂബ് കാണുമ്പോൾ എത്രയാണ്? 2 ആണ്. ആ 2 ഇവിടെ എഴുതുന്നു. ഇത് 2 എഴുതി. ഇനി ഈ അവസാനം കിടക്കുന്ന 3 സംഖ്യ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 3 സംഖ്യ ക്യാൻസൽ ചെയ്ത് കളയുന്നു. പിന്നെ ഉള്ളത് 10 ആണ്. ആ 10 എന്ന് പറയുന്നത് 8നും 27നും ഇടയ്ക്കുള്ള സംഖ്യ അല്ലേ 10 എന്ന് പറയുന്നത്? അതെ. അതായത് 2 ക്യൂബിനും 3 ക്യൂബിനും ഇടയ്ക്ക്. 8 എന്നുള്ള 2 ക്യൂബ്, 27 എന്നുള്ള 3 ക്യൂബ്. അപ്പം ഈ 10 എന്നുള്ളത് 2 ക്യൂബിനും 3 ക്യൂബിനും ഇടയ്ക്കാണ് അല്ലേ. 2 ക്യൂബ് 8, 3 ക്യൂബ് 27. അപ്പൊ 2 ക്യൂബിനും 3 ക്യൂബിനും ഇടയ്ക്ക്. അത് ഇവിടെ എഴുതുന്നു. 2, 3. അതിൽ വലിയ സംഖ്യ ഏതാ? 3 ആണ്. അത് കട്ട് ചെയ്തു. പിന്നെ ഉള്ളത് എത്രയാ? 2. ഉത്തരം 22. അപ്പോൾ 22 × 22 × 22 എന്ന് പറഞ്ഞാൽ 10,648 എന്ന് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണ്ടേ? ഇത് ഞാൻ അല്പം സാവകാശം കാണിച്ചതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സ്പീഡ് ചെയ്യാൻ നമുക്ക് അവസാന കണക്ക് ഇതൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്നും ഈ ക്രിയ ഇല്ലാതെ തന്നെ ചെയ്യാനായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നുകൂടി പറഞ്ഞുതരാം. ആദ്യത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 8 ആണെങ്കിൽ ഏതായിരിക്കും? ഇവിടെ ഉത്തരത്തിൽ 2 ആയിരിക്കും. 2 എഴുതുന്നു. പിന്നെയോ അവസാനത്തെ 3 സംഖ്യ കട്ട് ചെയ്ത് കളയുക. പിന്നെ 10 എന്നുള്ളത് 8നും 27നും ഇടയ്ക്കുള്ള സംഖ്യ അല്ലേ. അപ്പോൾ 2 ക്യൂബിനും 3 ക്യൂബിനും ഇടയ്ക്കുള്ള സംഖ്യയാണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി എങ്ങനെ എഴുതും? 2ഉം 3ഉം എഴുതുന്നു. എന്നിട്ടോ ആ വലിയ സംഖ്യ കട്ട് ചെയ്ത് കളയുന്നു. ബാക്കിയുള്ള 27 എഴുതുന്നു.
നമുക്ക് അടുത്തത് അല്പം കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി അടുത്ത കണക്കൊന്ന് ചെയ്ത് നോക്കാം. 79 79 507 ക്യൂബ് റൂട്ട് അല്ലേ കാണുന്നത്? ക്യൂബ്. അപ്പൊ എങ്ങനെ എഴുതും? 7 വന്നിരിക്കുന്നത് അല്ല ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പൊ ഇവിടെ 7 ഏതാണ്? 7 ഒറ്റയുടെ സ്ഥാനത്ത് ഏത് തന്നെ? 3 തന്നെ. 3 ഇവിടെ എഴുതി. പിന്നെയോ 3 സംഖ്യ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞോ 79 ഉള്ളത് ബാക്കി. 79 ഏതിനിടയ്ക്കുള്ളതാണ്? 64 125 ഇടയ്ക്ക്. എന്ന് വെച്ചാൽ 4 ക്യൂബിനും 5 ക്യൂബിനും ഇടയ്ക്ക്. അപ്പം 4 5 4 ക്യൂബിനും 5 ക്യൂബിനും എന്ന് വെച്ചാൽ 4 5 എഴുതിയാൽ മതി. ഇതിൽ ഇനി എന്ത് ചെയ്യണം? വലിയ സംഖ്യ കട്ട് ചെയ്ത് കളയുക. ബാക്കി എത്രയാ? 4. 43 ആൻസർ. ഇത്രയേ ഉള്ളൂ. 43 ഗുണം 43 ഗുണം 43 ഗുണിച്ച് കുറേ സമയം എടുക്കുന്നതിന് പകരം ഇതാണ് ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 43 ഗുണം 43 ഗുണം 43 എത്രയാണ് ഉത്തരം? 79,507. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. 1 100 1000 1,95,112. അതെ, 1 95 112 സ്ക്വയർ റൂട്ടാണ് കാണണ്ടേ അല്ലേ? ക്യൂബ് റൂട്ട്, സോറി. അപ്പൊ നോക്കിയേ, 2 ഇവിടെ വന്നിരിക്കുന്നത്. 2 ഏതാണ്? 2 8 എഴുതണം അല്ലേ? 2 ഇതുണ്ടോ? 2 8 അല്ലേ? ഇതുണ്ട് 8 2. 2 8 എഴുതുക. അപ്പൊ 8 ഇവിടെ എഴുതുന്നു. പിന്നെയോ 3 സംഖ്യ കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ എത്രയാണ്? 195. ഏതിനിടയ്ക്കാണ് വരുന്നത്? 125നും 216 ഇടയ്ക്കല്ലേ ഈ 195 എന്ന് പറയുന്നത്. അതേതാണ്? 5 ക്യൂബും 6 ക്യൂബും. അപ്പം 5 6 എഴുതുന്നു. ഏതാ വലിയ സംഖ്യ? 6 കട്ട് ചെയ്ത് കളയുന്നു. 5 ഇവിടെ എഴുതുന്നു. ഉത്തരം 58 അല്ലേ? 58 ഗുണം 58 ഏതാണ്? 1,95,112. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഒറ്റയടിക്ക് എഴുതാവുന്നതാണ്. പെട്ടെന്ന് ഉത്തരം നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലേ? അടുത്ത് നോക്കിക്കേ, ഇതാ 8,30,584. ഇതിന്റെ ക്യൂബ് റൂട്ട് എങ്ങനെ കാണും? ഇതാ 4. അപ്പൊ 4 നോക്കിക്കേ. 4 ഉത്തരവും കണ്ടോ? 4 ഒറ്റൊരു സ്ഥാനത്ത് 4 തന്നെയല്ലേ? അപ്പൊ ഇവിടെ 4 തന്നെ എഴുതുന്നുണ്ട്. 4 എഴുതി. പിന്നെയോ 3 സംഖ്യ കട്ട് ചെയ്ത് കളഞ്ഞു. 830 എന്നുള്ള ഏതിനിടയ്ക്കാണ്? 729നും 1000നും ഇടയ്ക്കല്ലേ 830 എന്നുള്ളത്. അതെന്ന് വെച്ചാൽ 9 ക്യൂബും 10 ക്യൂബും. 9 ക്യൂബും 10 ക്യൂബും അല്ലേ? അതിലെ ചെറിയ സംഖ്യമാണ്. വലിയ സംഖ്യ കട്ട് ചെയ്ത് കളഞ്ഞു. ചെറിയ സംഖ്യ ഏതാണ്? 9. ഉത്തരം എത്രയാണ്? 94. എങ്ങനെയുണ്ട്? ട്രിക്ക് എളുപ്പമല്ലേ? നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. ഇത് 63 60 56ന്റെ ക്യൂബ് റൂട്ട് അല്ലേ? ക്യൂബ് റൂട്ട് എങ്ങനെയാണ്? ഇത് 6 ഏതാണ് നോക്കിക്കേ. 6 6 തന്നെയായിരിക്കും ഒറ്റയൊരു സ്ഥാനത്ത്. 6 എഴുതുന്നു. 3 സംഖ്യ കട്ട് ചെയ്ത് കളയുന്നു. 636 എടുക്കുന്നു. 636 ഏതിനാണ്? 8 ക്യൂബിനും 9നും ഇടയ്ക്ക് അല്ലേ? 8 ക്യൂബ് 9 ക്യൂബ് അല്ലേ? 8 ക്യൂബിനും 9നും ഇടയ്ക്ക് വലുത് 8 കഴിഞ്ഞു. 8 എടുത്ത് എഴുതി. 86 ആൻസർ. എന്തെളുപ്പം അല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. 11 24 864. 4 ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ 4 ഏതാ വേണ്ടേ? 4 തന്നെയാണ് ഒറ്റൊരു സ്ഥാനത്ത് എഴുതുക. പിന്നെയോ അവസാനത്തെ 3 സംഖ്യ കട്ട് ചെയ്ത് കളയുക. 1124 വരും. 1124 ഏതിനിടയ്ക്കാണ്? 10 ക്യൂബിനും 11 ക്യൂബിനും ഇടയ്ക്കല്ലേ? 1000നും 1331 ഇടയ്ക്കല്ലേ ഈ 1124 എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? 10 ക്യൂബും 11 ക്യൂബും. ഞാൻ ഇങ്ങോട്ടൊന്നും എഴുതാതെ തന്നെ ചെറിയ സംഖ്യ ഏതാണ്? 10 അല്ലേ? അപ്പൊ 10 ഇവിടെ എഴുതിയാൽ മതി. നമ്മൾ ഇവിടെ എഴുതേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾ കുറെ ചെയ്ത് കഴിയുമ്പോൾ അല്ലേ? അപ്പോൾ 104 ഉത്തരവും കിട്ടും. ഈ ട്രിക്ക് നിങ്ങൾക്ക് എങ്ങനെയുള്ളത്? വളരെ എളുപ്പത്തിൽ മനസ്സിലായില്ലേ? ഇതാണ് ക്യൂബ് റൂട്ട്. ഈ 3 അക്കത്തിൽ കൂടുതലുള്ള സംഖ്യകൾ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ക്യൂബ് റൂട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ വീഡിയോ പോസ് ചെയ്ത് കണ്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.